ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് ഐറ്റം എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്യാൻ പോകുന്നത്. പേപ്പർ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ പേപ്പർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് A4 സൈസ് ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് ആണ്. അപ്പോൾ ഈ ഫോം ഷീറ്റ് ഞാൻ വാങ്ങിച്ചത് 10 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റായിരുന്നു. 10 എണ്ണം എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് ഓർക്കണില്ല. എന്തായാലും ആമസോണിലൊക്കെ നോക്കുമ്പോൾ ഒരു 200 റുപ്പീസ് താഴെ ഉള്ളൂ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 എണ്ണത്തിൻ്റെ പാക്കറ്റിന്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ട്രീ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ കളറാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സിൽവർ കളറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കളർ വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു പേപ്പർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ചാർട്ട് പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് പേപ്പറിനെ ഒന്ന് കോൺ ഷേപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഹാഫാക്കി എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ നമ്മൾ സ്ക്വയർ ഷേപ്പ് എടുത്തിട്ട് ഒന്ന് കോൺ ഷേപ്പിലാക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം എക്സസ് ആയിട്ട് വരണത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും മതിയാവും. എങ്ങനെ വേണമെങ്കിലും ആ ഷേപ്പാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് എന്തെങ്കിലും ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഫോം ഷീറ്റുകളിലൊക്കെ ഈ കാണുന്ന രീതിയിലൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ഷീറ്റിൽ നിന്നും 6 എണ്ണം വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിൽ നിന്നും 6 എണ്ണം, അതുപോലെ തന്നെ സിൽവർ കളറിൽ നിന്നും 6 എണ്ണം വെച്ചിട്ടും. ഇനി നമുക്ക് ഓരോ പീസും എടുത്ത് ഈ കാണുന്ന പോലെ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത ഓരോ പീസുകളും ഈ കോൺ ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുക എന്നുള്ളത് ഇത്തിരി പാടുള്ള കാര്യമാണ്. ഒരുപാട് ടൈമും നമുക്ക് എടുക്കും ഇങ്ങനെ ഒട്ടിക്കുക എന്നുള്ളത്. ഓരോന്നാണല്ലോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 റൗണ്ട് മാത്രമാണ് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ചെയ്ത് എങ്ങനെയാണെന്ന് ഇനി കണ്ടു നോക്കിക്കോളൂ. ഇത്തിരി കൂടി ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പം ഒട്ടിച്ചെടുക്കാനായിട്ട് ഒന്നുകൂടി ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എല്ലാം ഒന്ന് വി ഷേപ്പിൽ ഇങ്ങനെ ഒന്നിച്ചങ്ങ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കോണിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്കിത് ഫെവിക്കോൾ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ റൗണ്ടിലങ്ങ് ഒട്ടിച്ചു കൊടുക്കാമല്ലോ. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ മൊത്തം 12 പീസ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് ഞാൻ ഈ രീതിയിലൊന്ന് വി ഷേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു.
എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ 1 ബൈ 1 ആയിട്ട് മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് ട്രീ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റാർ ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റാർ ഞാൻ റെഡ് കളറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. സെയിം കളർ നമ്മൾ നേരത്തെ കണ്ട സൈസ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് സ്റ്റാർസ് കട്ട് ചെയ്തെടുക്കണം. 2 സ്റ്റാർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ട്രീ ചെയ്തതിലേക്ക് ഈ സ്റ്റാർ ഫിക്സ് ചെയ്ത് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ടൂത്ത് പിക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാറിൻ്റെ മുകളിൽ ഇത് കാണുന്ന പോലെ ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ട് അടുത്ത സ്റ്റാർ അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ദാ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർ ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ടൂത്ത് പിക്കിൽ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ട്രീയുടെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിലേക്ക് ഈ ടൂത്ത് പിക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടൂത്ത് പിക്കിൽ വേണമെങ്കിൽ കുറച്ച് ഗ്ലൂ ഗൺ വെച്ചിട്ടോ എന്തെങ്കിലും ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിരുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ സിമ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.